ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായി ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനം കേരളത്തിൽ നടന്നു വരികയാണ്, സംഘടനാ രീതിയിൽ. അതിന് മുന്നേ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനമുണ്ട്. ഈ കഴിഞ്ഞ തൃശ്ശൂർ നമ്മുടെ വൈക്കത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനയുടെ ചില ചുമതലകളിൽ ചെറിയ മാറ്റങ്ങളുണ്ടായി. പിന്നെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു ആണ്. ബാബുചേട്ടൻ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം തുടക്കം മുതൽ വിവിധ ചുമതലകൾ പ്രവർത്തിച്ചിരുന്നു. അതിനു മുന്നേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വിവിധ ചുമതലകൾ പ്രവർത്തിച്ചു. അതിനുശേഷം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ചുമതലയിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വക്താവ് എന്ന ചുമതലയിൽ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹമാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം പങ്കെടുക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹികളെ പരിചയപ്പെടുത്താം. ഒന്ന് P. ജ്യോതീന്ദ്രകുമാർ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ട്രഷററാണ്. ഇതൊന്ന് K. പ്രഭാകരൻ, അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇതൊന്ന് സന്ദീപ് തമ്പാനാണ്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ഞപ്പാറ സുരേഷ് ജി, ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ ജി, ഇവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരെയും ഹാർദവുമായി മറ്റു മാധ്യമ പ്രവർത്തകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു. എൻ്റെ ഒരു ഉണ്ണി, ഞാൻ വളയിലാണ് താമസിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം ഈ മെയ് മാസം 24, 25, 26 തീയതികളിലായിട്ട് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നടന്ന, ഇതിനകം തന്നെ പത്രങ്ങളിൽ അത് വാർത്തയായിരുന്നു. 24-ാം തീയതി നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചൊരു സെമിനാർ നടത്തിയിരുന്നു. ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒരു സെമിനാർ നടത്തി. 25-ാം തീയതി ഏകദേശം 170-ലേറെ ഹിന്ദു സംഘടനകളെ പങ്കെടുപ്പിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദു സംഘടനാ നേതാക്കന്മാർ, ഹിന്ദു സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 200-ലേറെ നേതാക്കന്മാർ, ഒരു 170ഓളം ഹിന്ദു സംഘടനകൾ, അവരുടെ നേതാക്കന്മാർ, 200-ലേറെ നേതാക്കന്മാർ പങ്കെടുത്ത ഒരു നേതൃസമ്മേളനം നമ്മൾ നടത്തി. കേരളത്തില് ഏതെങ്കിലും ഒരു സംഘടന ഇത്രയും ഹിന്ദു സംഘടനകളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഹിന്ദു ഐക്യവേദിയാണ്. അപ്പൊ അങ്ങനെ 170-ലേറെ ഹിന്ദു സംഘടനകൾ ഇത്തവണത്തെ സമ്മേളനത്തിൽ ഭാഗമാക്കായി. 26-ാം തീയതി ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി സമ്മേളനം നടന്നു. ആ പ്രതിനിധി സമ്മേളനത്തിൽ പ്രധാനമായിട്ടും നേതൃസമ്മേളനവും പ്രതിനിധി സമ്മേളനവും ചർച്ച ചെയ്ത ചില വിഷയങ്ങളുണ്ട്. അത് ഞാൻ ആമുഖമായിട്ട് പറയാം. ഒന്ന്, മുഴുവൻ ഭാരതത്തിലും ചർച്ചയായ ഒരു വിഷയമാണ്, പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമാണ് മതാടിസ്ഥാനത്തിൽ ഭരണഘടനാ വിരുദ്ധമായി നൽകുന്ന സംവരണം. അപ്പൊ മതാടിസ്ഥാനത്തിലുള്ള സംവരണം കേരളത്തിൽ അവസാനിപ്പിക്കണം എന്ന് ഹിന്ദു ഐക്യവേദി, ഹിന്ദു നേതൃസമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചു. ഒരു പ്രമേയം അവിടെ പാസാക്കിയില്ല. കേരളത്തിൽ മതാടിസ്ഥാനത്തിലുള്ള സംവരണം എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള ഒരു സംവരണം അല്ല മതാടിസ്ഥാനത്തിൽ നൽകുന്നത്. 12% സംവരണം മതാടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്നത്. മുസ്ലിം സമുദായത്തെ ഒന്നാകെ സംവരണത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല. കാരണം മണ്ഡൽ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിലെ മാപ്പിള വിഭാഗത്തിന് മാത്രമാണ് സംവരണം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ മുഴുവൻ മുസ്ലിം സമുദായത്തെയും സംവരണത്തിൽപ്പെടുത്തി. അവര് പിന്നോക്ക വിഭാഗമാണ് എന്ന് മണ്ഡൽ കമ്മീഷൻ പോലും പറഞ്ഞിട്ടില്ല കേരളത്തിൽ. അതിനുശേഷം കേരള സർക്കാരിന്റെ CDS നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൽ പോലും മുസ്ലിം സമുദായം മറ്റു പിന്നോക്ക വിഭാഗങ്ങളെക്കാൾ മുൻപന്തിയിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. CDSന് വേണ്ടി നടത്തിയിട്ടുള്ള പഠനത്തിൽ 2016. പക്ഷേ ഇവിടെ മുസ്ലിം സമുദായത്തിന് 12% സംവരണം കൊടുക്കുന്നു, ലത്തീൻ കത്തോലിക്കർക്ക് 4% സംവരണം കൊടുക്കുന്നു, പരിവർത്തിത ക്രൈസ്തവർക്ക് 1% സംവരണം കൊടുക്കുന്നു, നാടാർ ക്രിസ്ത്യാനികൾക്ക് 2% സംവരണം കൊടുക്കുന്നു. അപ്പോൾ മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുത്തുകൊണ്ട് കേരളത്തിലെ സംവരണ വിഭാഗങ്ങളായിട്ടുള്ള യഥാർത്ഥ അവകാശികൾക്ക് കിട്ടേണ്ട ആ ആനുകൂല്യം ഈ മതസംവരണത്തിലൂടെ അവർക്ക് നിഷേധിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രമേയം ഞങ്ങൾ പാസ്സാക്കിയിരുന്നു. അതേപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട്
കേരളത്തിലെ ജാതിക്ക് അതീതമായി ഹിന്ദു സമൂഹം ഒന്നിച്ച് ഒരു ഒരു പൊതുകാര്യത്തിന് വേണ്ടി ഒരുമിച്ച് വന്നത് വൈക്കം സത്യാഗ്രഹം. നമുക്കറിയാം, ടി കെ മാധവനും മന്നത്ത് പത്മനാഭനും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും കെ പി കേശവമേനോനും കേളപ്പനും ഒക്കെ ചേർന്ന് ജാതിക്ക് അതീതമായി എല്ലാ വിഭാഗം ആളുകളും ചേർന്നുകൊണ്ട് വൈക്കത്ത് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരം, അത് ഹിന്ദു ഏകീകരണത്തിന്റെയും ഹിന്ദു മത പരിഷ്കരണത്തിന്റെയും ഉള്ള ഭാഗമായിട്ട് നടത്തിയതാണ് എന്ന് ടി കെ മാധവൻ തന്നെ പറഞ്ഞു. അപ്പോ ആ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ പുതിയ കാലത്ത് ഹിന്ദു സമൂഹം ജാതിക്ക് അതീതമായി ഹിന്ദു സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ അവരെ ജാതി പറഞ്ഞ് ജാതി സ്പർദ്ധ വളർത്തി ഭിന്നിപ്പിക്കുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അവർണ, സവർണ, ബ്രാഹ്മണ, മനുസ്മൃതി എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവാം. അപ്പോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ ആ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് പുതിയ കാലത്ത് നവോത്ഥാനത്തെ നമുക്ക് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക രീതിയിൽ ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കണം, ജാതിക്ക് അതീതമായി അവര് ഒരുമിച്ച് വരണം എന്ന ഒരു ആഹ്വാനം ഈ ഒരു പ്രമേയത്തിലൂടെ നേതൃസമ്മേളനം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ അതാണ് സമ്മേളനത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയം. ഇന്നിപ്പോ നമ്മൾ പത്രസമ്മേളനത്തിന് ആധാരമായിട്ട് അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തീരുമാനിച്ചു നോക്കുക. പ്രധാനമായും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഹിന്ദു സമൂഹത്തിലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ സമ്മേളനം നടത്തുമ്പോൾ തന്നെ ഉയർന്നു വന്നിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഞാനും അതേപോലെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഭാരവാഹികളും ചേർന്ന് അതേപോലെ ഇവിടുത്തെ ജില്ലയുടെ ചുമതലപ്പെട്ടവരും ചേർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുകയുണ്ടായി. നിങ്ങൾക്ക് തന്നിട്ടുള്ള ലീഫ്ലെറ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ പ്രധാനമായും നമ്മുടെ ദേവസ്വം ബോർഡ് ഒരു സർക്കുലർ ഈ അടുത്ത കാലത്ത് ഇറക്കിയിട്ടുണ്ടായി, ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായി. ആ നോട്ടിഫിക്കേഷനിൽ ദേവസ്വത്തിന്റെ വഴിയോരങ്ങളിൽ ഉള്ള സ്ഥലങ്ങൾ, ദേവസ്വം ബോർഡിൻ്റെതായിട്ട് വഴിയോരങ്ങളിൽ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ, അത് പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടി ലേലം ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുന്നുണ്ട്. അതിന്റെ ലേല നടപടികളുമായിട്ട് ചില ക്ഷേത്രങ്ങളിലെങ്കിലും ദേവസ്വം ഭൂമിയുടെ ലേല നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായി. പക്ഷെ അവിടെയൊക്കെ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകര്, ഹിന്ദു സംഘടനകള് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് അത് തടഞ്ഞു. ഇന്നലെ അടൂര് അത് തടഞ്ഞു. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ അത്തരത്തിലുള്ള ഒരു സംരംഭം ഉണ്ടായി, അത് തടഞ്ഞു. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തില് ദേവസ്വം ഭൂമി പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടി കൊടുക്കുന്നതിനെ നമുക്ക് അനുകൂലിക്കാൻ സാധ്യമല്ല. അതിന്റെ കാരണം ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ദേവസ്വത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഇത് ചെയ്യുന്നത് എന്നാണ്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം നോക്കാൻ ആളില്ല, അപ്പൊ അത് അന്യാധീനപ്പെട്ടു പോകാതെ അത് കൃത്യമായ രീതിയിൽ അത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാനൊരു കാര്യം നമ്മുടെ മാധ്യമ രംഗത്തെ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദേവസ്വം ബോർഡ് നാളിത് വരെ ഇതുപോലെ കൊടുത്ത ഒരു സാധനവും ദേവസ്വം ബോർഡിന് തിരികെ കിട്ടിയില്ല. നിങ്ങളുടെ കൺമുമ്പിലുള്ള സ്ഥലമാണ് പാളയം ശ്രീ വിനായക ക്ഷേത്രം, അല്ലേ? സിദ്ധിവിനായക ക്ഷേത്രം. ഞാൻ ആ വിഷയം മുമ്പേ ഉയർത്തിയിരുന്നു. 90 സെന്റാണ് ദേവസ്വം ബോർഡിന്റെ ആധാരപ്രകാരം, രേഖാപ്രകാരം 90 സെന്റ് ഭൂമിയാണ്. ഇന്നിപ്പോ എത്ര സെന്റ് ഭൂമിയുണ്ട്? 7 സെന്റ് ഭൂമി താഴെയാണ്. ഞാൻ മനസ്സിലാക്കിയത് 7 സെന്റ് ഭൂമി താഴെയാണ്. എവിടെ പോയി? ആ ഭൂമി തിരികെ വാങ്ങാൻ ദേവസ്വം ബോർഡ് വല്ല നടപടികൾ? ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 500 ഏക്കർ ഭൂമി, 500ഓളം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു, മറ്റുള്ളവർ കൈകേറി. അല്ലെങ്കിൽ ദേവസ്വം പാട്ടത്തിന് കൊടുത്തോ ദേവസ്വം വാടകയ്ക്ക് കൊടുത്തോ തിരികെ കിട്ടാൻ പറ്റാത്ത സാഹചര്യം. നമ്മുടെ കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ മുഴുവൻ ആ നിലപാടാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ 25,000 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു എന്ന് മലബാർ ദേവസ്വം ബോർഡ് തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത്. ഈ ഭൂമിയൊക്കെ തിരിച്ചു പിടിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ജ്യോതിബാബുവിനെ നിശ്ചയിച്ചു. 1 ഇഞ്ച് ഭൂമി നാളെ വരെ പിടിച്ചടക്കില്ല, തിരികെ കിട്ടിയിട്ടില്ല ദേവസ്വം ബോർഡ് 1 ഇഞ്ച് ഭൂമി. ഇതിന്റെ കാരണം ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ചെയ്യുന്ന നടപടികൾ മുഴുവൻ പിന്നീട് ആ ഭൂമിയെ സംബന്ധിച്ച്, ഈ ദേവസ്വം ആസ്തി വകകളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് യാതൊരു ശ്രദ്ധയില്ല. അത് അന്യാധീനപ്പെടുന്ന തരത്തിലാണ് പോകാറുള്ളത്. അതുകൊണ്ട് ഊട്ടുപുര ലേലം ചെയ്ത് വിൽക്കാൻ, ലേലത്തിന് കൊടുക്കാനും വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറായപ്പോൾ അന്ന് ഹിന്ദു ഐക്യവേദിയിൽ അത് നിർത്തും. ഈ നാളെ വരെ അത് പിന്നീട് നടന്നിട്ടില്ല.
ദേവസ്വത്തിന്റെ സ്ഥലം കർഷക സംഘടനകൾക്ക് കൃഷി ചെയ്യാനായിട്ട് കൊടുക്കാൻ തീരുമാനമുണ്ടായി. അന്ന് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹിന്ദു ഐക്യവേദി. കേരള ഹൈക്കോടതി അത് നിഷേധിച്ചു. കേരള ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾക്ക് ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള നിവേദ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് കൃഷി ചെയ്യാം, അതല്ലാതെ മറ്റൊക്കെ സംഘടനകൾക്ക് ദേവസ്വം ബോർഡിന് കൊടുത്ത് കൃഷി ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എതിർക്കേണ്ടി വരുന്നത് വെച്ചാൽ ദേവസ്വം ബോർഡിൽ ഒരു വിശ്വാസമില്ല എന്നുള്ളതുകൊണ്ടാണ്. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തിൽ ദേവസ്വം ബോർഡ് ഈ ആസ്തി വകകൾ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസവും ഭക്തജനങ്ങൾക്കില്ല, ഹിന്ദു സംഘടനകൾക്കില്ല. നാളുകളുടെ ചരിത്രം അതാണ്. എനിക്ക് നമ്മുടെ പത്രമാധ്യമങ്ങൾ ചോദിക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏത് വർഷം വരെയുള്ള ഓഡിറ്റാണ് നടന്നിട്ടുള്ളത് എന്ന് ചോദിക്കാം. നിങ്ങൾ ചോദിക്കും, ഏത് വർഷം വരെയുള്ള ഓഡിറ്റാണ് നടന്നിട്ടുള്ളത്? കഴിഞ്ഞ 4-5 വർഷം മുമ്പ് വരെയുള്ള ഓഡിറ്റേ നടന്നിട്ടുള്ളൂ. ആ ഓഡിറ്റ് നടന്നില്ലേ എന്ന് ചോദിച്ചാൽ ആ ഓഡിറ്റ് നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് മുഴുവൻ ഇറഗുലാരിറ്റീസ്, ക്രമക്കേടുകൾ 1, 2, 3 എണ്ണി എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന്റെ താഴെയാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ ആൾ ഒപ്പിടുന്നത്. എന്ന് വെച്ചാൽ അങ്ങേയറ്റം അഴിമതി നിറഞ്ഞ, കെട്ടുകാര്യസ്ഥത നിറഞ്ഞ ഒരു സംവിധാനമാണ് ദേവസ്വം ബോർഡ്. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് സംശയമാണ്. ദേവസ്വം ബോർഡ് പെട്രോൾ ബങ്കിന് വേണ്ടി സ്ഥലം കൊടുക്കാനും അതിനെ ഇടത്താവളമാക്കി മാറ്റാനും ശ്രമിച്ചപ്പോൾ അന്നും ഞങ്ങൾ അതിനെ എതിർത്തു. കാരണം ദേവസ്വത്തിന്റെ സ്ഥലം പിന്നീട് അന്യാധീനപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ശക്തമായി ആവശ്യപ്പെട്ടു. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞങ്ങൾ നിവേദനം കൊടുത്തു. ഞങ്ങൾ ഇത് പൊതുജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കും. നിങ്ങളിലൂടെ അത് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. ഒരു കാരണവശാലും ദേവസ്വം സ്ഥലം പാർക്കിംഗ് ഗ്രൗണ്ടിന് ലേലം ചെയ്ത് കൊടുക്കാൻ ഹിന്ദു സംഘടനകൾ കേരളത്തിൽ അനുവദിക്കില്ല. ദേവസ്വം ബോർഡ് അതിനെ ഏത് വിധേനയും തടയും എന്ന നിലപാടാണ് ഹിന്ദു ഐക്യവേദിക്കുള്ളത്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്നും ദേവസ്വം ബോർഡ് പിൻവലിയണം. നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി ഞാൻ മനസ്സിലാക്കി ഇന്നത്തെ മീറ്റിംഗിൽ. അതായത് ദേവസ്വത്തിന്റെ വരുമാനത്തില് ഒരു മാസം 790 കോടി രൂപ ശമ്പളത്തിനും പെൻഷനും വേണ്ടി കൊടുക്കാൻ മാത്രം ചെലവഴിക്കുകയാണ് ദേവസ്വം ബോർഡ്. 790 കോടി രൂപ ആലോചിച്ച് നോക്കൂ. പറയുകയാണ്, ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുടക്കാൻ പൈസ ഇല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഇതിന് മാത്രമായിട്ട് ചെലവഴിക്കുക. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സ്ഥിതി അതാണല്ലോ. റവന്യൂവിന്റെ 73% സാലറി കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വേണ്ടി ചെലവഴിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കുത്തുവാള എടുത്തത്. ആ അവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡിനെ എത്തിച്ചിരിക്കുകയാണ്. അനധികൃത നിയമനങ്ങൾ വഴി പാർട്ടി പ്രവർത്തകരെ അനധികൃതമായി പിൻവാതിലൂടെ നിയമിച്ച് പിന്നീട് അവരെ സ്ഥിരമാക്കി മാറ്റുന്ന സമീപനത്തില് ദേവസ്വം ബോർഡ് അങ്ങനെ കുത്തഴിഞ്ഞ പുസ്തകമാക്കി മാറ്റി. ഭക്തജനങ്ങൾ ഇടുന്ന പണം മുഴുവൻ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും മാത്രം ചെലവഴിക്കേണ്ട സാഹചര്യം ദേവസ്വം ബോർഡിനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം അധപ്പതിച്ച ഒരു സാഹചര്യം ഹിന്ദു മതസ്ഥാപനങ്ങളിൽ മാത്രം എങ്ങനെ വരുന്നു? ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ഹിന്ദു സംഘടനകൾ ആലോചിക്കും. ഇതൊരു വലിയ പ്രക്ഷോഭമായിട്ട് ഉയർത്തിക്കൊണ്ട് വരും. രണ്ടാമത്, ഞങ്ങൾ ഈ കാര്യത്തിൽ മാത്രമല്ല, ഇതിനകം തന്നെ പുറത്തു വന്നൊരു വാർത്തയാണ് വെർച്വൽ ക്യൂ എന്നുള്ള സംവിധാനത്തിന് വേണ്ടി ഓൺലൈൻ രജിസ്ട്രേഷൻ. ഇനി മുതൽ ശബരിമല ക്ഷേത്ര ദർശനത്തിന് വരുന്ന ആളുകളെ മുഴുവൻ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ മാത്രമേ അനുവദിക്കൂ, സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല എന്നൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തതായിട്ട് അറിയാൻ കഴിയും. അത് ഭക്തന്മാരുടെ അവകാശത്തെ നിഷേധിക്കലാണ്. നമുക്കറിയാം, ഒരു ദിവസം 1 ലക്ഷത്തോളം അയ്യപ്പന്മാർ വരുന്നുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ഒരു ദിവസം 1 ലക്ഷത്തോളം അയ്യപ്പന്മാർ, 1.25 ലക്ഷം അയ്യപ്പന്മാർക്ക് വന്ന സാഹചര്യമുണ്ട്. 80,000 പേര് വരെയാണ് ഒരു ദിവസം ശബരിമല 18-ാം പടി വഴി കയറ്റിവിടാൻ സാധിക്കാറ്. അവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ 80,000 85,000 പേർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോഴും ഈ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന പലരും ഒരു 6-7,000 പേര് അവർ വരാറില്ല. രജിസ്റ്റർ ചെയ്യും, പക്ഷെ അവർ വരാറില്ല. അപ്പൊ ആ 6-7,000 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെ അവർക്ക് ദർശനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നീട് വരുന്ന അല്ലെങ്കിൽ അധികമായി വരുന്ന ആൾക്കാർക്ക് ഒരു സൗകര്യം കൊടുക്കും സ്പോട്ട് ബുക്കിങ്ങിന്. ആ സ്പോട്ട് ബുക്കിംഗ് ഇനി മുതൽ ഇല്ലാതെ വരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നവർക്ക് ദർശനം കിട്ടാതെ മടങ്ങി പോകേണ്ട സാഹചര്യം വരും എന്നുള്ളതാണ്. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ നടന്നു വരുന്ന ഉൾപ്പെടെ 1000-കണക്കിന് 10,000-കണക്കിന് ഭക്തന്മാർ അവര് ഓൺലൈനിൽ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് കഴിയാതെ വന്നേക്കാം, അതിനുള്ള സാഹചര്യമില്ലാത്തവരുണ്ടാവാം, സാങ്കേതിക വിദ്യ വശമില്ലാത്തവരുണ്ടാകാം. ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട്.
അപ്പൊ അവർക്ക് സ്പോട്ട് ബുക്കിങ്ങിൽ 5 സ്ഥലത്ത് സ്പോട്ട് ബുക്കിങ്ങിന് സൗകര്യം ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ച് സ്പോട്ട് ബുക്കിങ്ങേ വേണ്ട എടുക്കുന്ന തീരുമാനം ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നയം ദേവസ്വം ബോർഡ് നടപ്പാക്കുക എന്ന് പറയേണ്ടി വരും. രണ്ടാമത്, സ്പോട്ട് ബുക്കിങ്ങിന് ഈ വെർച്വൽ ക്യൂ വഴി വരുന്ന ആൾക്കാർക്ക് ഫീസ് ഏർപ്പെടുത്താൻ പോകുന്നു. ഓൺലൈൻ ബുക്കിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് ഫീസ് ഏർപ്പെടുത്താൻ പോകുന്നു. ഏത് വിധേനയും വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ ഇപ്പോൾ നിലപാടാണ്. അതുകൊണ്ടാണ് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വരെ കാശ് കണ്ടെത്തണം. ആരുടെ കയ്യിൽ നിന്ന്? ഭക്തജനങ്ങളെ പിഴിഞ്ഞ് കാശ് കണ്ടെത്തണം. അപ്പോൾ ശബരിമലയിൽ വരുന്ന ഓരോ ഭക്തന്റെ കയ്യിൽ നിന്ന് ഇൻഷുറൻസിന്റെ പേരിലാണ് വാങ്ങുന്നത്. അവിടെ നിലവിൽ ഇൻഷുറൻസ് കവറേജ് ഉള്ള പ്രദേശമാണ്. ശബരിമലയിൽ അപകടത്തിൽപ്പെടുന്നവർക്ക്, മരിക്കുന്നവർക്ക് ഒക്കെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല ദേവസ്വം ബോർഡിന്. എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണ്, ഏത് ഇൻഷുറൻസ് കമ്പനിയാണെന്ന് പോലും ദേവസ്വം ബോർഡിന് വ്യക്തതയില്ല. ഞാനതിനെ ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നില്ല, അത് പോട്ടെ. ഞാൻ സംസാരിച്ചപ്പോ എനിക്ക് നമുക്ക് കിട്ടിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ. അപ്പോ ഇതാണ് അവസ്ഥ. അവിടെ ഇൻഷുറൻസ് ഭക്തജനങ്ങൾക്ക് ഈ സന്നിധാനത്തും പമ്പയിലും ഒക്കെ അപകടം സംഭവിച്ചാൽ അവർക്ക് കൊടുക്കേണ്ട ഇൻഷുറൻസ് കൂടി ഉൾപ്പെടെ ദേവസ്വം ബോർഡ് എടുക്കുന്നുണ്ട് കോർപ്പറേറ്റ് ആയിട്ട്. പക്ഷെ ഇതിനെ കുറിച്ചൊന്നും ധാരണയില്ല. അത് പുതുക്കുന്നുണ്ടോ അതറിയില്ല. ഇപ്പൊ ഇൻഷുറൻസിന്റെ പേരിൽ ഓരോ ഭക്തന്റെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങാനാണ് 5 രൂപ 10 രൂപ 60-65 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ഭക്തന്മാർ വന്നാൽ ദേവസ്വം ബോർഡിന് 5 കോടി രൂപ 5 രൂപ വെച്ചിട്ടാണെങ്കിൽ വളരെ എളുപ്പമല്ലേ പൈസ ഉണ്ടാക്കാൻ. അപ്പൊ ഏത് വിധേനയും ഭക്തന്മാരെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക, ഏത് വിധേനയും. അതുകൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിനും അതേപോലെ ഓൺലൈൻ ബുക്കിങ്ങിനും ഫീസ് ഏർപ്പെടുത്താനുള്ള നടപടി അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ ദേവസ്വം ബോർഡിനോട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനം. മൂന്നാമത്, ദേവസ്വം ബോർഡ് അവിടെ സന്നദ്ധ സംഘടനകളെ, അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം, അതേപോലെ വിശ്വഹിന്ദു പരിഷത്ത്, അതുപോലുള്ള നിരവധി ക്ഷേത്ര സംരക്ഷണ സമിതി, അതേപോലെ നിരവധി സംഘടനകൾ നിസ്വാർത്ഥമായിട്ട് സന്നിധാനത്ത് അയ്യപ്പന്മാരെ സേവിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ആ സംഘടനകളെ ഒഴിവാക്കിയിട്ട് ദേവസ്വം ബോർഡ് അവര് 5000 പേരെ നിയമിക്കുന്നു എന്നൊരു വാർത്ത കണ്ടു. അതല്ല 500 പേരെയാണ് എന്നൊക്കെ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. എത്ര പേരെ നിയമിച്ചാലും അവരൊക്കെ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് വോളണ്ടിയർമാരാണ്, പക്ഷെ പെയ്ഡ് വോളണ്ടിയർമാരാണ്. അവര് കാശ് കൊടുത്താണ് ദേവസ്വം ബോർഡ്. ആരെയാണ് നിയമിക്കാൻ പോകുന്നത്? ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് ആരെയായിരിക്കും അവിടെ വരാൻ പോകുന്നത്? അവർക്ക് സേവന സന്നദ്ധരായിട്ടുള്ള ആൾക്കാരാണോ? ഭക്തിയുള്ള ആൾക്കാരാണോ? അപ്പോ പാർട്ടിക്കാർക്ക് തൊഴില് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായി ശബരിമല സന്നിധാനത്തെ മാറ്റുകയാണ്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ മൗലിക അവകാശമായ ആരാധന സ്വാതന്ത്ര്യത്തെ തടഞ്ഞുകൊണ്ടോ അതിന് ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടോ അതേപോലെ സന്നദ്ധ സംഘടനകളെ, സേവാ സംഘടനകളെ ഒക്കെ ശബരിമലയിൽ നിന്ന് ഒഴിവാക്കി ഭക്തന്മാരെയും ഭക്തജന സംഘടനകളെയും ഒഴിവാക്കി ദേവസ്വം ബോർഡിന്റെ സമഗ്രാധിപത്യത്തിലേക്ക് ശബരിമലയെയും കേരളത്തിലെ ക്ഷേത്രങ്ങളെയും കൊണ്ടുവരാനുള്ള നീക്കം അത് അങ്ങേയറ്റം ഭക്തജനങ്ങൾ വിരുദ്ധമാണ്, ക്ഷേത്ര വിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധമാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു പത്രസമ്മേളനം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതിനെതിരായിട്ട് ഹിന്ദു ഐക്യവേദി നിയമപരമായിട്ടുള്ള രീതിയിലും ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് ഒരു റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. അതും വളരെ രസകരമാണ്. അതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് കൃത്യമായ ഒരു ധാരണയില്ല. ഇനി മുതലുള്ള ദേവസ്വം എയ്ഡഡ് സ്ഥാപനങ്ങളിൽ, സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ, ദേവസ്വം ബോർഡ് കോളേജ്, DB കോളേജ് ഉണ്ടല്ലോ, ദേവസ്വം ബോർഡ് കോളേജ്, ദേവസ്വം ബോർഡ് സ്കൂൾസ്, ദേവസ്വം ബോർഡിന്റെ ഹോസ്പിറ്റൽസ്, ഇവിടെയൊക്കെ നടക്കുന്ന നിയമനങ്ങളിൽ PSC റൊട്ടേഷൻ പാലിക്കുന്നതാണ്. PSC റൊട്ടേഷൻ, സംവരണത്തിൽ PSC റൊട്ടേഷൻ പാലിക്കും എന്ന് വെച്ചാൽ ദേവസ്വം സ്ഥാപനങ്ങളിൽ 18% ന്യൂനപക്ഷങ്ങളുടെ അപ്പോയിന്റ്മെന്റ് വരും. ഇത് നമുക്ക് വിരോധമൊന്നുമില്ല. മറ്റ് മതസ്ഥാപനങ്ങളിലെ കാര്യത്തിൽ ഇത് നടപ്പാക്കുമോ സർക്കാരിന്റെ സർക്കുലർ ഈ ദേവസ്വം ബോർഡിൽ മാത്രമാണ്. സർക്കുലർ ഇറക്കിയിരിക്കുന്നത് PSC റൊട്ടേഷൻ നടപ്പാക്കണമെന്ന് ഉത്തരവിറക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ മാത്രമാണ്. ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം അത് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആശങ്കാകുലരായിട്ടാണ് ഹിന്ദു ഐക്യവേദി ഇത്തരത്തിലുള്ള
ഒരു നിവേദനവുമായിട്ട് ദേവസ്വം ബോർഡിനെ സമീപിച്ചത്. അതേപോലെ നിങ്ങളിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിൽ ശക്തമായിട്ടുള്ള പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിന് കാരണമായിട്ട്